നമുക്കിന്ന് തട്ടുകട ഗ്രീൻ പീസ് മുട്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം. ആദ്യം തന്നെ കുക്കറിലേക്ക് പൊതിർത്തി വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പിട്ട് വേവിക്കാൻ വെക്കുക. അത് വെന്ത് വന്നതിന് ശേഷം ഒരു പാൻ എടുത്തിട്ട് അതിനകത്തേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് നല്ലോണം വാടി വരുമെന്നും വേണ്ട, ഒന്ന് ചൂടായി വരുന്ന സമയത്ത് തക്കാളിയും ഇഞ്ചി ചതുക്കിയതും കൂടി ഇട്ട് കൊടുക്കുക. ഇതിനകത്തേക്ക് ഇനി കുറച്ച് ഉപ്പും പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. കാര്യമായ കുറേ മസാലപ്പൊടികളൊന്നും വേണമെന്നില്ല. മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും പിന്നെ ഇത് കുറച്ച് ചാറ്റ് മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്യാം. ഇതധികം വേവണമെന്നില്ല, കുറച്ച് ഒന്ന് കടിക്കാനുള്ള രൂപത്തിൽ തന്നെയാണ് നല്ലത്. ഈ 3 മസാലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച ഗ്രീൻ പീസും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കുരുമുളക് പൊടി, ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഗ്രീൻ പീസിലുള്ള വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്ന സമയത്ത് 2 മുട്ട എടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ചിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഇത് കുറച്ചും കൂടെ ഡ്രൈ ആവും. ആ ടൈമിന് കുറച്ച് മല്ലിച്ചപ്പും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും നോക്കിയിട്ടിടണം. പിന്നെ കുറച്ചും കൂടെ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക.